ഉത്തര മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്ക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ടിലിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. ആൾത്താരയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വികാരി പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തീർത്ഥാടകർക്ക് തിരുസ്വരൂപത്തിൽ പൂമാലകൾ അർപ്പിക്കാനും മെഴുകുതിരി തെളിയിക്കാനും സൗകര്യമുണ്ടായിരിക്കും. വൈകിട്ട് 6-ന് ഡോക്ടർ ജെറോം ചിങ്ങന്തറയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും നൊവേനയും ഉണ്ടാകും. 14-15 തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം. 18 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷം 22-ന് ഉച്ച കഴിഞ്ഞ് സമാപിക്കും. 16-ന് തിങ്കളാഴ്ച ഫാദർ സനൽ ലോറൻസ്, 7-ന് ചൊവ്വാഴ്ച ഫാദർ ജോസഫ് കൊട്ടിയത്ത്, 8-ന് ബുധനാഴ്ച ഫാദർ മാർട്ടിൻ ഇലഞ്ഞിപ്പറമ്പിൽ, 9-ന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ, 11-ന് ഫാദർ ആൻസിൽ പീറ്റർ, 12-ന് ഞായറാഴ്ച കണ്ണൂർ രൂപത മെത്രാൻ റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല, 13-ന് തിങ്കളാഴ്ച ഫാദർ ജോൺസൺ അവരേവ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും. 14-ന് ചൊവ്വാഴ്ചയും 15-ന് ബുധനാഴ്ചയും തിരുനാൾ ആഘോഷത്തിന്റെ പ്രധാന ദിവസങ്ങളാണ്. 14-ന് തിരുനാൾ ജാഗര ദിനത്തിൽ രാവിലെ 7-നും 9-നും ഫാദർ വിമൽ ഫ്രാൻസിസ് ദിവ്യബലി അർപ്പിക്കും. വൈകിട്ട് 5:30-ന് കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ റവറൻ മോൺ ജോൺസൺ പുത്തൻവീട്ടിൽ ദിവ്യബലി അർപ്പിക്കും. രാത്രി അലങ്കരിച്ച തേരിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം 15-ന് ബുധനാഴ്ച തിരുനാൾ ദിനത്തിൽ പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ ഭക്തരുടെ നേർച്ചയായ ശയനപ്രദക്ഷിണം, രാവിലെ 10:30-ന് നടക്കുന്ന ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാർമ്മികത്വം വഹിക്കും. വൈകുന്നേരം 5-ന് മേരിമാത കമ്മ്യൂണിറ്റി ഹാളിൽ സ്നേഹസംഗമം നടക്കും. സ്നേഹസംഗമത്തിൽ വടകര MLA KK രമ മുഖ്യാതിഥിയാകും. ഇവിടെയായിരിക്കുന്ന ഭക്തജനങ്ങളുടെ വേദനകളെയും ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മൾ ഏറ്റെടുക്കണം. സ്വർഗത്തിൽ അങ്ങയെ തിരുസന്നിധി വിശുദ്ധ അമ്മ ത്രേസ്യ വലിയ മാധ്യസ്ഥം അനുഭവിച്ചില്ല. ഇവർക്ക് ഓരോരുത്തരും അനുഗ്രഹിക്കണം. ഒരു കടന്നു പോകുന്ന ജീവിത വിഷമതകൾ പ്രയാസങ്ങൾ അങ്ങേറ്റെടുത്ത് ഈ ദേവാലയത്തിലേക്ക് ഈ ദിവസം മുതൽ കടന്നുവരുന്നെല്ലാം അങ്ങനെയും അനുഗ്രഹിക്കണം. അവരുടെ യാത്രകളിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ ജോലി മേഖലയിൽ ഇവിടെ എത്തുന്ന ഓരോരുത്തരും അനുഗ്രഹദായകമായിരിക്കണം. അമ്മ ത്രേസ്യയായി ഞങ്ങളുടെ മധ്യസ്ഥതയിൽ ഞങ്ങളെ പൂർണ്ണമായി ഈ തിരുനാളിനെ തീർത്ഥാടകരെയും സംഘാടകരെയും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ബാക്കിയിലെ എല്ലാ ഭരണ നേതൃത്വത്തെയും ഈ കാര്യങ്ങൾ സമർപ്പിക്കുന്നു.